പാലച്ചീര മുറുക്ക്, പാലച്ചീര മുറുക്ക്, പാലച്ചീര കലക്കിയെടുക്കണം. പിന്നെ മിക്സിയിലിട്ട് അടിക്കണം. അടിച്ചിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കാം. 1/4 ഗ്ലാസ് 2 ഗ്ലാസ് കടലപ്പൊടി 1/4 ഗ്ലാസ് എടുത്തിട്ട് പാലച്ചീര അരച്ചിട്ട് ഊറ്റി ഉപ്പ്, ജീരകം, ഉപ്പിടണത് ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പ്, ജീരകം മിക്സിയിൽ ഇട്ടിട്ട് 10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. കായപ്പൊടി ആക്കിയിട്ട് മിക്സിയിൽ ചെയ്തിട്ട് എണ്ണ 2 സ്പൂൺ എടുക്കാം. എള്ള്, ചീര അരച്ചത് ഇതിൽ ഒഴിക്കാം. ഇത് പാലച്ചീര അരച്ചതല്ല, അത് കുറച്ച് ഒഴിക്കാം. മിക്സിങ് ചെയ്യണം. മിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് പാത്രത്തിൽ വെച്ച് തട്ടിലിങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് എടുത്ത് ഇതിലിടാം. അല്ലെങ്കിൽ പാത്രത്തിലിട്ട് ചെയ്യിക്കാം. ഇങ്ങനെ മാറ്റി വെച്ചേക്കാം. ഇങ്ങനെ വിളിച്ചിടാം. ഇത് എളുപ്പവഴിയാണ്, ഇങ്ങനെയും ചെയ്യാം. അത് നല്ല പച്ച ചോയൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് അങ്ങനെ ചീരയൊക്കെ തിന്നാതെ പിള്ളേർക്ക് നുറുക്കായിട്ടുണ്ടായിരുന്നു. പൂരി എങ്ങനെയൊക്കെ ചപ്പാത്തി മാവ്, അതായത് ഗോതമ്പൊടികൾ കളിച്ച് നോക്കാമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെള്ളം ഒഴിക്കണം. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലച്ചീര അരച്ചിട്ട് ഇതിൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലമട്ടിൽ പറയണം. ஆவசியம்ണ്ടെങ്കിൽ கமெண்ட் பண்ணுங்க, ஷேர் பண்ணுங்க, செய்து കഴിഞ്ഞിട്ട് லைக் பண்ணுங்க, സബ്സ്ക്രൈബ് பண்ணுங்க. ഓക്കെ ബൈ. ഒരു മണിക്കൂറും അടച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല മുറുമുറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പൊരിക്ക് തേച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം. ഇട്ട് എടുക്കാം. അപ്പം നല്ലതാണ്. നുറുക്ക് ഇതുപോലെ നുറുക്കുണ്ടാക്കിയിട്ട് നല്ലതാണ്. നമ്മൾ തേച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പൂരിക്ക് കുറുമ വെച്ച് നിന്നാൽ അല്ലെങ്കിൽ ചമ്മന്തി അടിച്ചിട്ട് നിന്നാൽ, പൊട്ടുകടല തേങ്ങ വെച്ചിട്ട്. ഇങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത്. പാലച്ചീര പൂരി.